ഉർവശി, നീ എന്താ ഈ ഫോണിലുണ്ടെന്ന് പറഞ്ഞേ? ഓ അയ്യോ, അപ്പൊ ഏട്ടത്തി അത് കണ്ടില്ലേ? ഞാൻ കണ്ടില്ല. ഞാൻ കാണിച്ചു തരാം. അനിയത്തിക്ക് ഒരു സഹായം വേണമെന്ന് പറഞ്ഞല്ലേ ഇവൾ ആറ്റുവാശ്ശേരിന്ന് കണിമംഗലത്തേക്ക് വന്നത്. ഇവൾ എപ്പോഴൊക്കെ പോവാൻ ഇറങ്ങിയിട്ടുണ്ടോ അപ്പോഴൊക്കെ ഇവിടെ ആരെങ്കിലും ഒക്കെ തടസ്സം പറഞ്ഞിട്ടുമുണ്ട്. അല്ല ഏട്ടത്തി, ഞാനൊന്ന് ചോദിക്കട്ടെ, ഭാര്യയെ കൂടാതെ മോന് വേറൊരു കൂട്ടും കൂടി വേണമെന്ന് തോന്നിയിട്ടുണ്ടോ? അതുകൊണ്ടാണോ ഇവളെ നിർബന്ധിച്ച് ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്? ഉർവശി, അനാവശ്യം പറയരുത്. അതേ, ഇവരോട് രണ്ടുപേരോടും പറ. കാരണം കണിമംഗലത്ത് അനാവശ്യം കാണിക്കുന്നതേ ഇപ്പതേ ഇവര് രണ്ടുപേരുവാ. എന്തായിരുന്നു രണ്ടുപേരുടെ പ്രണയവും കൊഞ്ചിക്കൊഴയിലും? അല്ല, ഞാനെന്തിനാ ഇതൊക്കെ പറഞ്ഞു ബുദ്ധിമുട്ടുന്നേ? ഏട്ടത്തെ ഒന്ന് കണ്ടാ മതി. ആ വീഡിയോ തിന്ന് പോയല്ലോ. എടുത്ത് ഈ ഫോൺ എന്താ ചെയ്തേ? ഞാൻ എന്താ ചെയ്തേ? ഞാനത് അവിടുന്ന് എടുത്തു എന്നുള്ളത് സത്യോ. നേരെ നിന്റെ കൈ കൊണ്ടുവന്ന് തരുകയും ചെയ്തു. അയ്യോ, ഞാൻ ഷൂട്ട് ചെയ്ത വീഡിയോ ഇതിലില്ലല്ലോ. അതെങ്ങനെയാ? ഈ വീട്ടില് കുട്ടിച്ചാത്തനുണ്ടോ? നീ ഇത്രയും ഭംഗിയായിട്ട് എടുത്തു വെച്ചിരുന്ന സാധനം കാണാതാവാൻ? എടുത്തി എന്റെ എടുത്തി അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട്. വരുണും രാധിയും തമ്മിലുള്ള ബന്ധം നേരിട്ട് കണ്ട് വീഡിയോ എടുത്ത് എടുത്തി കാണിക്കാന്ന് വിചാരിച്ചു. വരുണും രാധിയും തമ്മില് തെറ്റായിട്ടൊരു ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ട് എടുത്തി വിശ്വസിച്ചില്ലല്ലോ. അന്ന് എന്നെ എന്തൊക്കെയാ പറഞ്ഞത്? ഇപ്പോ വരുണും രാധിയും തമ്മിലുള്ള ബന്ധം ഞാൻ നേരിട്ട് കണ്ട് അത് എടുത്തി കാണിക്കാൻ വേണ്ടിട്ട് ഞാൻ ദേ വീഡിയോ ആയിട്ടാ വന്നിരിക്കുന്നേ. ഞാൻ ദേ ഇവിടെ ഫോൺ വെക്കുകയാണേ. പത്മിനി, ഉർവശിയുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷേ അതിന് നിന്നെ ഉപയോഗിക്കാമെന്ന് അവള് വിചാരിച്ചത് അത്ര ചെറിയ കാര്യമൊന്നും അല്ല. സത്യത്തില് ഇവക്കും കൽപ്പനയ്ക്ക് എന്താ കുഴപ്പം? ഒരാളെ ഇഷ്ടമല്ല, ഒരാള് നേരെ നടക്കുന്നത് കണ്ടുകൂടാ. അമ്മേ, നേരെ ചുവ നടക്കുന്നത് കണ്ടാലേ എനിക്ക് നന്നായിട്ട് അറിയാം. വരുണും രാധിയും തമ്മിൽ എന്താ ബന്ധമെന്നേ അമ്മയ്ക്കറിയോ? പറഞ്ഞു കൊടുക്കടി അങ്ങോട്ട്. എന്താ നിങ്ങൾ തമ്മിൽ നടക്കുന്നേ? എനിക്കറിയില്ല. ആ, ഞാനും വരണം തമ്മിൽ തെറ്റായ ഒരു ബന്ധമില്ല. ചെറിയമ്മ ഒരുപക്ഷെ ജയിക്കാൻ വേണ്ടി ഓരോന്ന് പറയുന്നതായിരിക്കും. പക്ഷേ അത് പലരുടെയും അഭിമാനത്തിന് മുറിവേക്കുന്ന കാര്യമാണ്. എടാ മോനെ, ആ വീഡിയോ ഡിലീറ്റ് ആയി പോയതിന്റെ പേരില് നീ എനിക്ക് ക്ലാസ് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. നീയും ഇവളും തമ്മില് നേരായ ബന്ധമല്ലെന്ന് കൃത്യമായിട്ട് അറിവുള്ള ആളാ ഞാൻ. മതി ഉർവശി, ഇനി ഒന്നും സംസാരിക്കണ്ട. പല തവണയായിട്ട് ഞാൻ ഉർവശിക്ക് താക്കീത് തരിക, കുട്ടികളെ കുറിച്ച് അനാവശ്യം പറയരുതെന്ന്. ഏട്ടത്തി, ഞാൻ പറഞ്ഞതും കണ്ടതും സത്യം. പ്രിയങ്കയുടെ തടസ്സം ഒഴിഞ്ഞു കിട്ടിയപ്പോ
രണ്ടെണ്ണം കൂടി ആഘോഷിക്കാൻ ഇറങ്ങിയിരിക്കുക. ഒന്ന് നിർത്താനല്ലേ നിന്നോട് പറഞ്ഞത്? ആരെക്കുറിച്ച് എന്ത് അപവാദവും പറയണം, എന്നിട്ട് പറഞ്ഞു ജയിക്കണം. ഇത്തരത്തിലാണ് നിന്റെ മുന്നോട്ട് പോക്കെങ്കിൽ ദേ എനിക്കിത് വരുണിന്റെ അച്ഛനോട് പറയേണ്ടി വരും. അതിന്റെ പേരില് നിങ്ങൾ കണിമംഗലത്തുനിന്ന് പുറത്തേക്ക് പോകേണ്ടി വന്നാ ചന്ദ്രശേഖരനായാലും ഉർവശിയായാലും ഒരു പരാതി പറഞ്ഞാ ഞാനോ അമ്മയോ കേൾക്കില്ല. നടക്കട്ടെ. പക്ഷേ ഞാനീ പറഞ്ഞതേ ഏട്ടത്തി മനസ്സിൽ കുറിച്ചു വെച്ചു. കാണാനുള്ളത് ദൈവ ഏട്ടത്തിയുടെ കൺമുന്നിൽ തന്നെ കാണിച്ചു തരും. അന്ന് നീ പറഞ്ഞത് ഏട്ടത്തി തിരുത്തുകയും ചെയ്യും. രാധികേ, ഇത് എന്തൊരു കഷ്ട മുത്തശ്ശി, ഇങ്ങനെയൊക്കെ ആളുകളെ അപമാനിക്കാന്ന് പറഞ്ഞ. പോട്ടടാ, മോൻ പൊയ്ക്കോ. പേടിക്കണ്ട, എന്ത് സംഭവിച്ചാലും കണിമംഗലത്ത് നിന്ന് നീ പുറത്തു പോവില്ല. പിന്നെ ഉർവശി പറഞ്ഞ കാര്യം, നിങ്ങളെ മുത്തശ്ശി ഒന്നിപ്പിക്കും. അത് മുത്തശ്ശിയുടെ ഉറച്ച തീരുമാനം. മുത്തശ്ശി കൂട്ടുണ്ടെങ്കിൽ വരണം എന്തും ചെയ്യാൻ മടിക്കില്ല. ഇനി ഒരുപാട് സൂക്ഷിക്കണം. മാഡം, എങ്ങനെയെങ്കിലും എൻ്റെ മോളെ രക്ഷിക്കണം. അവൾക്ക് വേണ്ടി വേറെ ആരും ഈ കേസിൽ ഇടപെടില്ല. കാര്യങ്ങൾ കുറച്ച് റിസ്ക് ആണല്ലോ. കോടതിക്ക് മുന്നിൽ കൃത്യമായ തെളിവുണ്ട്. പ്രിയങ്ക തങ്ങൾക്ക് പണം തന്ന് അത് രാധികയെ അപകടപ്പെടുത്താൻ തന്നെയായിരുന്നുവെന്ന് ആ തൊഴിലാളികൾ സമ്മതിക്കുകയും ചെയ്തു. പക്ഷേ ഇത്തരമൊരു സാഹചര്യത്തിൽ പ്രിയങ്കയെ രക്ഷിച്ചെടുക്കുക എന്നത് സാധ്യമായ കാര്യമല്ല. അപ്പോ എന്റെ മോള് ജയിലിൽ കിടക്കേണ്ടി വരുമോ? തീർച്ചയായും. കോടതി വിധിക്കുന്ന ശിക്ഷ എത്ര വർഷമായിരിക്കുന്ന കാര്യത്തിലേ സംശയമുള്ളൂ. രാധിക രക്ഷപ്പെട്ടതുകൊണ്ട് ചിലപ്പോൾ ശിക്ഷയുടെ കാഠിന്യം കുറയും, എന്നാലും ശിക്ഷയുണ്ടാവും. മാഡം, എവിടുന്നെങ്കിലും കുറച്ച് കാശ് ഞാൻ ഒപ്പിച്ചുകൊണ്ട് വന്നാൽ? ഇവിടെ പണത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ശേഷിക്കുന്നൊരു മാർഗം, അത് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ പ്രിയങ്കയെ രക്ഷപ്പെടുത്താൻ ഒരു മാർഗം നമുക്ക് നോക്കാം. എന്താ മാഡം? ആ അപകടത്തിൽപ്പെട്ട പെൺകുട്ടിയുണ്ടല്ലോ, അവളുടെ മൊഴി തന്നെ പ്രിയങ്ക ഒരിക്കലും അപകടപ്പെടുത്തില്ല എന്നും തനിക്ക് പ്രിയങ്കയെ പരിപൂർണ വിശ്വാസമുണ്ടെന്നും പ്രിയങ്ക ആ തൊഴിലാളികൾക്ക് പണം കൊടുത്തത് മറ്റേതോ കാര്യത്തിനാണെന്നും കോടതിയിൽ
രാധിക നേരിട്ട് വന്ന് പറയാമെങ്കിൽ അത് പ്രിയങ്കയ്ക്ക് രക്ഷപ്പെടാനുള്ളൊരു പഴുതാണ്. അങ്ങനെ ഒരു കാര്യത്തിന് ആ കുട്ടി തയ്യാറാവോ? അങ്ങനെ ചോദിച്ച അവക്ക് ദേവനാരായണനെ യശോദയും ഒരുപാട് ഇഷ്ടമാ. അവർക്ക് വേണ്ടി എന്ത് വിട്ടുവീഴ്ച അവള് ചെയ്യും. എന്നാൽ അവരോട് സംസാരിക്കാൻ പറയൂ. പക്ഷേ അവരിങ്ങനെ ഒരു കാര്യം ചെയ്യില്ല മാഡം. പ്രിയങ്ക മോള് ഇങ്ങനെ ഒരു കാര്യം ചെയ്തു എന്നറിഞ്ഞതോടെ ദേവൻ ഇതിൽ നിന്നൊക്കെ പരിപൂർണമായിട്ട് പിന്മാറിയിരിക്കുക. അതൊക്കെ നിങ്ങളുടെ കാര്യം. പറയാനുള്ളതൊക്കെ ഞാൻ വ്യക്തമായി പറഞ്ഞു. രാധികയുടെ മൊഴിയാണ് ഇതിൽ നിർണായകം. രാധികയെ സ്വാധീനിക്കാൻ നിങ്ങൾക്കോ വേറെ ആർക്കെങ്കിലുമോ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യാൻ നോക്ക്. എങ്കിൽ കേസിൽ അപ്പീറാവുന്ന കാര്യം ഞാൻ ആലോചിക്കാം. അവളെ കൊണ്ട് ഞാൻ സമ്മതിപ്പിക്കാം മാഡം, എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കാം. ഗുഡ്. ആ വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ കാര്യങ്ങൾ എളുപ്പമാവും. പിന്നെ ഒന്നോർത്തോളൂ, പ്രിയങ്കയുടെ ജീവിതം രാധികയുടെ കയ്യിലാണ്. എത്രയായി? 150. ദാ. എന്താ? രാധിക മോളെ കാണാനാ. പ്രിയങ്കയെ കാണാൻ പോയില്ലേ ജയിലില്? വരണം. മുൻപ് കണിമംഗലത്ത് നിന്ന് ആറ്റുവാശ്ശേരിയിലെ പെണ്ണന്വേഷിച്ചു വന്നപ്പോ നിങ്ങൾ പറഞ്ഞൊരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. സമ്പത്ത് കൊണ്ട് ആറ്റുവാശ്ശേരിക്കാര് കണിമംഗലത്തിനൊപ്പം എത്തില്ലെങ്കിലും അന്തസ്സിന്റെ കാര്യത്തില് കണിമംഗലത്തിന് മേലെയാണ് ആറ്റുവാശ്ശേരിക്കാരെന്ന്. അയ്യോ, ഞാൻ അങ്ങനെ പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അയ്യോ, പക്ഷേ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. നിങ്ങളുടെ ആ അഹങ്കാരവും ഗർവവും അതേപടി കിട്ടിയതാ അവൾക്ക്. അതിന്റെ ഫലവും ഉണ്ട്. അതാണ് ഈ കിടന്ന് അനുഭവിക്കുന്നത്. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഇവിടെ അച്ഛനും മുത്തശ്ശിക്ക് നാണക്കേടുകൊണ്ട് പുറത്തിറങ്ങാൻ വയ്യ. മോളെ, പ്രിയങ്ക അങ്ങനെ ഒന്നും ചെയ്യില്ല. പോലീസുകാർക്ക് എന്തോ തെറ്റു പറ്റാനാണ് സാധ്യത. ആഹാ, എന്നാ പിന്നെ നിങ്ങൾ എന്താ കോടതിയിൽ പോയത് പ്രൂവ് ചെയ്തിരുന്നേ? അവൾക്ക് വേണ്ടി കോടതിയിൽ ഒരു വക്കീലിനെ അയക്കാൻ പോലും നിങ്ങൾക്ക് സാധിച്ചില്ലല്ലോ. അത് ഞങ്ങളുടെ അറിവില്ലായ്മയാ. ശരിയായ ശിക്ഷ വന്നില്ലല്ലോ. കുറച്ചു കാലത്തേക്ക് അവൾ അകത്ത് കിടക്കാനാണ് സാധ്യത. അത് കഴിഞ്ഞ് കണിമംഗലത്തെ മരുമകളായി തിരിച്ചെത്താന്ന് പ്രതീക്ഷിക്കാൻ വേണ്ട. ഇവിടെ കേട്ടില്ല അവളെ. അയ്യോ, അങ്ങനെയൊന്നും പറയരുത് മോളെ. നിങ്ങളല്ലാതെ വേറെ ആരാ അവളോട് ക്ഷമിക്കാൻ? അവളോട് ഈ കുടുംബം ക്ഷമിക്കുന്ന പരിപാടിയില്ല. അവൾ ഇനി ഈ കുടുംബത്തെ മരുമകളായി എത്തുകയില്ല. ഇത് ഞാനാ പറയുന്നത്. അതെ, വരണോ വേണ്ടയോ എന്ന് ഞാൻ ഒരുപാട് തവണ ആലോചിച്ചു. പക്ഷേ വരാതെ എന്ത് ചെയ്യും? പ്രിയങ്കേന്റെ അധികം എങ്ങനെയാ കഴിഞ്ഞിരുന്നെന്ന് ഞങ്ങൾക്കറിയാലോ. രാധിക മോളെ അപകടപ്പെടുത്താൻ പ്രിയങ്ക മോൾ ഒരിക്കലും ശ്രമിക്കില്ല. അക്കാര്യത്തിൽ നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഇവിടെ വച്ചല്ല, ആറ്റുവാശ്ശേരി വച്ച് പ്രിയങ്ക രാധികയെ ദ്രോഹിച്ചിട്ടില്ലേ? നിങ്ങളുടെ കൺമുന്നിൽ വെച്ച്. അതിന് ഞാൻ തെളിവ് തരണോ? അയ്യോ, അത് പിന്നെ കുട്ടികളല്ലേ. ചെറിയ ചെറിയ തർക്കങ്ങളൊക്കെ എവിടെയും ഉണ്ടാവുമല്ലോ. ചെറിയ ചെറിയ തർക്കങ്ങളൊന്നും അല്ലായിരുന്നു. ദത്തെടുത്ത് വളർത്ത കുട്ടിയാണെന്നും പറഞ്ഞ് പ്രിയങ്ക ആക്ഷേപിച്ചിട്ടില്ലേ രാധിക മോളെ? എന്തിന് നിങ്ങൾ ആക്ഷേപിച്ചിട്ടില്ലേ?
നിങ്ങൾ വഴിമരുന്ന് ഇട്ടുകൊടുത്തു. അത് അല്പം കടുത്ത രീതിയിൽ അവൾ ഉപയോഗിച്ചു. അത്രേ ഉള്ളൂ. അയ്യോ, ഞാനിവരെ വേർതിരിച്ചൊന്നും കണ്ടിട്ടില്ല. മോളെ രാധികെ, ദേ ഇത് മുത്തശ്ശി നിനക്ക് കൊണ്ടുവന്നതാ. കുറേ ദിവസമായിട്ട് എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കണം, നിന്നെ ഒന്ന് വന്ന് കാണണോന്ന് ചിന്തിക്കാൻ തുടങ്ങിയിട്ട്. അയ്യോ, പക്ഷേ പ്രിയങ്ക കൊല്ലാൻ ശ്രമിക്കുന്നത് വരെ കാത്തു അല്ലേ മുത്തശ്ശി? ഇതിന്റെ പേര് കൈക്കൂലി എന്നാ. എങ്ങനെയെങ്കിലും രാധികയുടെ ഇഷ്ടം പിടിച്ചു പറ്റി അതുവഴി പ്രിയങ്കയെ രക്ഷിക്കണം, അതല്ലേ ഉദ്ദേശം? മുത്തശ്ശി, ഇവരോട് ഇറങ്ങിപ്പോവാൻ പറഞ്ഞാ അത് വലിയ പ്രശ്നമാവുമെന്ന് എനിക്കറിയാം. കാരണം പറയുന്ന ഞാനാണല്ലോ. മുത്തശ്ശി തന്നെ ഇവരിവിടെ നിറക്കി വിടുന്നതാ നല്ലത്. അച്ഛനോ അമ്മയോ കണ്ട ഇഷ്ടമാവണമെന്നില്ല. എപ്പോ വന്നു? ഞാൻ ദേ ഇപ്പൊ വന്നതേ ഉള്ളൂ. സത്യം പറഞ്ഞ നിങ്ങളുടെയൊക്കെ മുന്നിൽ വന്ന് നിൽക്കാൻ നാണക്കേടുണ്ട്. അതുകൊണ്ട് തന്നെയാ ദേവനും യശോദയും ഒന്നും എന്റെ കൂടെ വരാത്തത്. അതിന്റെ ആവശ്യമൊന്നുമില്ല. അവരിവിടെ വന്നാൽ തന്നെ അവരോട് മോശമായിട്ട് ആരും പെരുമാറില്ല. പ്രിയങ്ക ചെയ്ത തെറ്റ് പ്രിയങ്കയുടേത് മാത്രമായിട്ട് കാണാൻ ഇവിടെയുള്ളവർക്ക് പറ്റും. അറിയാം, എന്നാലും ഞങ്ങളുടെ മനസ്സ് സമ്മതിക്കില്ലല്ലോ. ഞാൻ മോളെ ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാ. ഇതൊക്കെ കണ്ടും കേട്ടും ഇവളുടെ മനസ്സ് വല്ലാണ്ടായിട്ടുണ്ടാവും. ഇവളെ ഒന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് എനിക്ക് തോന്നി. ഓ, അതെന്തായാലും ആശ്വാസം. രാധിക മോളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ഇങ്ങോട്ട് വരിക എന്ന് പറയുന്നത്. അയ്യോ, അതെന്താ അങ്ങനെ പറയുന്നത്? എനിക്ക് പ്രിയങ്ക മോളും രാധിക മോളും ഒക്കെ ഒരുപോലെയല്ലേ? അല്ലേ മോളെ? പിന്നെ അതെ, ഞാൻ മോളോട് തനിച്ചൊരു കാര്യം സംസാരിച്ചോട്ടെ? അയ്യോ, അതിനെന്താ? രാധിക നിങ്ങളുടെ കുട്ടിയല്ലേ, തനിച്ച് എന്താ സംസാരിക്കാനുള്ളതെന്ന് എനിക്കറിയാം. പ്രിയങ്കയെ രക്ഷിക്കാൻ രാധിക മോളെ ഇടപെടണം. അതിനവളുടെ കാല് പിടിക്കാനാ നിങ്ങൾ വന്നിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഞാനൊന്നും പറയുന്നില്ല. പക്ഷെ പ്രിയങ്ക കാരണം കണിമംഗലത്തുകാര് ചുമക്കേണ്ടി വന്ന നാണക്കേട് എത്രയാണെന്ന് മറന്നു പോണ്ട. എല്ലാവരോടും ക്ഷമിക്കണമെന്ന് പറയാനേ എനിക്ക് പറ്റൂ. ആ, ഭഗവാന്റെ കൃപ കൊണ്ട് എല്ലാ സത്യങ്ങളും വെളിച്ചത്ത് വരട്ടെ. മോളെ, മുത്തശ്ശിയുടെ കൂടെ ഒന്ന് വാ. വാ മോളെ, വാ. രാധയ്ക്ക് എന്തോ സമ്മാനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുക. ഉദ്ദേശം നീ പറഞ്ഞ തന്നെയാ പത്മിനി. വരാൻ അവകാശമുള്ളവർ തന്നെയാണല്ലോ അമ്മേ. ആട്ടിയിറക്കാൻ പറ്റില്ലല്ലോ. മോളെ പിടിച്ചു പിടിച്ചു. മോളെ, പ്രിയങ്കയ്ക്ക് വേണ്ടി നീ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രിയങ്ക ചെയ്ത ഒരുപാട് കാര്യങ്ങൾ അവൾക്ക് വഴക്ക് കേൾക്കാതിരിക്കാൻ വേണ്ടി നീ അത് ഏറ്റെടുത്തിട്ടുമുണ്ട്. അതൊക്കെ കുഞ്ഞുനാൾ മുതൽ മുത്തശ്ശി കണ്ടിട്ടുള്ളതാ. എന്നിട്ട് മുത്തശ്ശി ഒരിക്കലും അത് പറഞ്ഞിട്ടില്ലല്ലോ. അത് പിന്നെ ഓ, അത് വിടുമോളെ. ഇപ്പോഴത്തെ അവസ്ഥയിൽ നിനക്കല്ലാതെ വേറെ ഒരാൾക്കും അവളെ രക്ഷിക്കാൻ പറ്റില്ല. നിന്നെ അവൾ ഒന്നും ചെയ്തിട്ടില്ല എന്ന് നീ പറഞ്ഞാ പോലീസും കോടതിയും വിശ്വസിച്ചോളും. കോടതിയിലെ സത്യം മാത്രമല്ലേ പറയാൻ പറ്റൂ. പ്രിയങ്ക എന്നെ ദ്രോഹിച്ചിട്ടില്ലെന്ന് മുത്തശ്ശിക്ക് ഉറപ്പുണ്ടോ? എന്നെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കുന്ന പ്രതിജ്ഞ എടുത്ത ആളല്ലേ മുത്തശ്ശി. മുത്തശ്ശി പറഞ്ഞിട്ടാണോ അവളിങ്ങനെയൊക്കെ ചെയ്തേ? യോ മോളെ, എനിക്ക് ഈ കാര്യത്തിൽ ഒരു സഹായവും ചെയ്യാൻ പറ്റില്ല മുത്തശ്ശി. മുത്തശ്ശി പോയിക്കോളൂ. മോളെ, അവള് നിന്റെ അനുജത്തിയാ, നിന്റെ കൂടെ പിറപ്പാ.
ആ തോന്നല് മുത്തശ്ശിക്ക് വന്നത് ഈ കേസ് വന്നതിന് ശേഷമല്ലേ? അതിനു മുമ്പ് അവൾ എന്റെ അനിയത്തിയാന്ന് ഞാൻ പറയുമ്പോ മുത്തശ്ശി എന്താ പറയാറുള്ളത്? തെരുവിന്ന് കിട്ടിയവൾക്ക് എന്ത് കൂടപ്പിറപ്പെന്നല്ലേ? അത് കേട്ട് ഞാൻ എത്രയോ തവണ കരഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അത് കേട്ട് എന്നെ ആശ്വസിപ്പിക്കാൻ അച്ഛനും അമ്മയും വരുമ്പോ അവരെ പോലും ആക്ഷേപിച്ചിട്ടല്ലേ ഉള്ളൂ. മുത്തശ്ശി കൂടുതലൊന്നും സംസാരിക്കാതെ മുത്തശ്ശി പോയിക്കോളൂ. അതാ നമുക്ക് രണ്ടുപേർക്കും നല്ലത്. അപ്പോ നീ ഒന്നും ചെയ്യില്ല അല്ലേ? ഞാൻ ചെയ്യില്ല. ഇപ്പൊ മുത്തശ്ശി എനിക്ക് ഈ സമ്മാനങ്ങളൊക്കെ വാങ്ങിച്ചോണ്ട് വന്നല്ലോ. മുൻപ് എപ്പോഴെങ്കിലും ഞാൻ കുഞ്ഞായിരിക്കുമ്പോ പോലും ഇങ്ങനൊന്ന് ചെയ്തായിട്ട് മുത്തശ്ശിക്ക് ഓർമ്മയുണ്ടോ?